ഈ ദത്താർ ചില്ലറക്കാരനല്ല. മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 10-30 വർഷത്തെ സേവനമുള്ള ആളാണ്. സുപ്രീം കോടതിയിൽ വോഡാഫോൺ ഇൻകം ടാക്സ് കേസിൽ, നാഷണൽ ടാക്സ് ട്രിബ്യൂണൽ കേസിൽ, സെബി സഹാറ കേസിൽ, NGSC കേസിലൊക്കെ ഹാജരായിട്ടുള്ള വക്കീലാണ്. അപ്പോൾ ആ മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് വക്കീലാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ് എന്നൊക്കെ ഉള്ളത് വീണയുടെയും ആ കമ്പനിയുടെ തലവേദന. നമ്മുടെ ഖജനാവല്ലല്ലോ അല്ലേ? ശ്രീ ഹസ്കർ, എന്തുകൊണ്ടാണ് അരവിന്ദ് ബി ദത്താറിന് പോലും വീണ വിജയനെയും എക്സാലോജിക്കിനെയും കർണാടക ഹൈക്കോടതിയിൽ രക്ഷയെടുക്കാൻ കഴിയാതെ പോകുന്നത്? അതിൽ കഴമ്പുണ്ട്, കഥയുണ്ട് എന്തുകൊണ്ടല്ലേ ശ്രീ ഹസ്കർ? ഹഷ്മി, ഒരു 212 എൻക്വയറി നടക്കുന്നു. ആ 212 എൻക്വയറിയുടെ ഭാഗമായിട്ട് എക്സാലോജിക്കിന് അതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഡോക്ടർ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് അരവിന്ദ് പി ദത്താറിനെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകനെ, ഇന്ത്യയിൽ തന്നെ കോർപ്പറേറ്റ് ലോയിലും ടാക്സേഷൻ ലോയിലും ഏറ്റവും മികച്ച അഭിഭാഷകൻ എന്ന് പേര് കേട്ടിട്ടുള്ള അരവിന്ദ് പി ദത്താറിനെ പോലെ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തി അത്തരമൊരു ഹർജി കർണാടക ഹൈക്കോടതി കൊടുക്കുന്നു. കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് നാഗരത്നയാണ് ആ വിധി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും എക്സാലോജിക്കിന് ഇനിയും അതിൻ്റെ മുന്നിൽ നിയമപരമായ വഴികളുണ്ട്. ഡിവിഷൻ ബെഞ്ചിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ ഇക്കാര്യത്തിന്മേൽ അപ്പീൽ പോകുന്നതിനുള്ള വഴികൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ വാദമുഖങ്ങൾ നികത്തുന്നതിനും അവർ ഉന്നയിക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് വിജയിക്കുന്നുള്ള സാഹചര്യമുണ്ട്. അത് നിയമപരമായി തന്നെ അങ്ങനെ പോകണം എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിലൊരു നിയമപ്രശ്നം നിലനിൽക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കമ്പനി നിയമത്തിലെ 210 എൻക്വയറി നടന്നു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു കാരണവശാലും 212 എൻക്വയറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു നിയമപരമായ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ട്രിൻ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇവിടെ ഒരു വലിയ പ്രശ്നമായി ഉയർത്തപ്പെടുന്നതും. അതുതന്നെയായിരുന്നു ഈ ഹർജിയുടെ പ്രധാനപ്പെട്ട ഒരു സാങ്കത്യം അതുതന്നെയായിരുന്നു. എല്ലാം ഇഷ്ടമായി വാദിച്ചു. താങ്കൾ പറയുന്ന ഒരു സമാന്തര അന്വേഷണമാണ്, അത് നിലനിൽക്കില്ല എന്ന് വാദിച്ചു. ഇത് SFIO എന്ന് പറയുന്ന അറസ്റ്റിലേക്ക് നയിക്കാൻ കഴിയുന്ന, നോട്ടീസ് കൊടുക്കാൻ കഴിയുന്ന, സീമകളില്ലാത്ത അധികാരപരിധിയുള്ള ഒരു അന്വേഷണ സംവിധാനമാണ്. അത് UAPA എന്ന് പറയുന്ന കരിനിയമത്തെക്കാൾ ഡ്രാക്കോണി നിയമമാണ് എന്നൊക്കെ വാദിച്ചു, പരമാവധി വാദിച്ചു. എന്നിട്ടും എന്താണ് SFIOയ്ക്ക് കർണാടക ഹൈക്കോടതി പച്ചക്കൊടി കൊടുത്തത് എന്നൊരു ആത്മവിചാരത്തിൽ അതിൽ കഴമ്പുണ്ട്, അതിൽ പ്രഥമദൃഷ്ട്യാ കേസുള്ള എന്തുകൊണ്ട് കൂടിയാവില്ല ഒരു അഭിഭാഷകൻ എന്നുള്ളതിലേക്ക് താങ്കൾ പറയൂ ശ്രീ ഭാസ്കർ. ഹഷ്മി, ഇതിൽ നമ്മുടെ ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത് നാം ഇപ്പോഴും നോക്കിക്കണ്ടുകൊണ്ടേയിരിക്കുന്നത് 1.72 കോടി രൂപയുടെ മാത്രം അഴിമതിയോ അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ അഴിമതിയുടെ ചട്ടുകത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ ശ്രമിക്കുന്നിടത്താണ്. അതിൽ 1,133.28 കോടി രൂപയുടെ മറ്റ് അഴിമതി പണം പുറത്തു നിൽക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട UDFന്റെ അരഡസനിലധികം നേതാക്കന്മാർ കൈപ്പറ്റി പണം 2018-19 അസസ്മെന്റ് ഇയറിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധിയിലേക്ക് എത്തപ്പെടുന്നത്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ നടന്നിട്ടുള്ള അരഡസനോളം UDF നേതാക്കന്മാരുടെ പേര് നിങ്ങൾ ഒരിടത്തും ചർച്ച ചെയ്യുന്നില്ല. ആ പേരുകൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നിടത്താണ് രാഷ്ട്രീയ ലക്ഷ്യവും. SFIO തന്നെ കർണാടക ഹൈക്കോടതിയിൽ പറയുന്നു 1.72 കോടിയുടെ കഥ മാത്രമല്ല, ഇത് 135 കോടിയുടെ കഥയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അതിലേക്കുള്ള ഒരു ജാലകം തുറക്കൽ മാത്രമാണ് വീണ വിജയൻ അല്ലെങ്കിൽ വീണ ടി എന്ന് പറയുന്ന വ്യക്തി എന്ന് SFIO പറയുകയാണ്. അപ്പോൾ 135 കോടിയിലേക്ക് വളരെ വിശാലമായ അന്വേഷണം പോകുന്ന ഒരു അന്വേഷണത്തിന് വീണ വിജയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, രേഖകളെല്ലാം പക്കാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലെ രേഖകളൊക്കെ സുതാര്യമാണെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്? വീണ വിജയൻ അന്വേഷണം നടക്കട്ടെ, സുതാര്യമായ രേഖകൾ വളരെ പെട്ടെന്ന് ഇന്നാപിടി എന്നുകൊണ്ട് ഹാജരാക്കുന്നു, ഊരിപ്പോകുന്നു. ബാക്കി 1.72 കോടി മൈനസ് 135 കോടി മൈനസ് 1.72 കോടി ബാക്കി UDF നേതാക്കളൊക്കെ അകത്താവാനുള്ള ഒരു വഴിയായിരുന്നില്ലേ? അതിന് കൂമ്പടക്കാൻ എന്തിനാണ് KSIDCയും എക്സാലോജിക്കും നേരിൽ മുന്നിൽ നിൽക്കുന്നത്? ശ്രീ BN ഭാസ്കർ. ഹഷ്മി, 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ഉൾപ്പെടുന്ന ഒരു അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് നടത്താറുള്ളത്. അപ്പോൾ 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ഇക്കാര്യത്തിലുണ്ട്. മറിച്ച് UAPA പോലെ തന്നെ ജാമ്യം ലഭിക്കാതെ ഇതിൽ കുറ്റാരോപിതനാവുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുക്കാത്ത രീതിയിൽ ജയിലിൽ അടയ്ക്കുന്നതിനും ഇതിന് കഴിവുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നിടത്താണ് ഒരു പ്രശ്നം. 2, കമ്പനികാര്യ നിയമത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന അരഡസനിലധികം വരുന്ന UDF നേതാക്കന്മാരെയോ ചില മാധ്യമ പ്രവർത്തകരെയോ മാധ്യമ സ്ഥാപനങ്ങളെയോ
പരിസ്ഥിതി പ്രവർത്തകരെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരെയോ പൊതുപ്രവർത്തകരെയോ ഒന്നും ഉൾപ്പെടുത്താനാവില്ല എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. കാര്യം കമ്പനികാര്യ നിയമത്തിൽ ഒരു തരത്തിലും അല്ലെങ്കിൽ കമ്പനികാര്യ മന്ത്രാലയത്തിൽ ഒരു തരത്തിലും ഈ പറയുന്ന അരഡസൻ നേതാക്കന്മാരെയോ പുറത്തു നിൽക്കുന്ന ആളുകളെയോ പിടിക്കാനാവില്ല. CMRLനെയും അതുപോലെ തന്നെ വേണമെങ്കിൽ KSIDCയും ഒരു പരിധിവരെ എക്സാലോജിക്കിനെയും ഒക്കെ ഇങ്ങനെ സംശയത്തിന്റെയും അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് പിഴയീടാക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിയുമായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും പുറത്തു നിൽക്കുന്ന ഈ UDF നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ പുറത്തു വരാത്ത BJPയുടെ നേതാക്കന്മാരുടെയും പേരുകളുണ്ട്. കാരണം നമുക്കറിയാം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ 133.28 കോടി രൂപ ആർക്കൊക്കെ നൽകി എന്ന് ആ വിധി പകർപ്പിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. ചില പേരുകൾ ഒഴിച്ച് അവർ കേന്ദ്ര ഗവൺമെന്റ് താല്പര്യമുള്ള ചില പേരുകൾ ഒഴിച്ച് അവർ ലക്ഷ്യമിടുന്ന ചില പേരുകൾ ഒഴിച്ച് മറ്റൊരു പേരുകളും പുറത്തു വന്നിട്ടില്ല. കണ്ണുമടച്ച് അരിയാഹാരം തിന്നുന്നവരെന്ന നിലയിൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. കേരളത്തിലെ BJPക്കാർക്കും ഇത്തരത്തിൽ പണം ലഭിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാനാവില്ലല്ലോ.